14 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളെ SSLC പരീക്ഷയ്ക്ക് ഇരുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് PKM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്രാവശ്യം 99.8% കുട്ടികളെയും പാസ്സാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇപ്രാവശ്യത്തെ നമ്മളുടെ പരീക്ഷാ രീതികൾ, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഘടനാമാറ്റം, ഇതൊക്കെ സിലബസിലുള്ള മാറ്റം, ഇതൊക്കെ വല്ലാതെ കുട്ടികളെ ബാധിച്ച്, അത് ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് ഇവിടുത്തെ അധ്യാപകർ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുണ്ടായ മഹത്തായ വിജയമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. കാരണം ഏറ്റവും മികച്ച റിസൾട്ട് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാണ് നമ്മുടെ ഏറ്റവും സന്തോഷം. അപ്പോൾ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഇതിലേക്ക് എത്തിച്ചേർന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ നൈറ്റ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോമ്പായിരുന്നു, നോമ്പ് സമയത്താണ് പരീക്ഷ വരുന്നത്. ആ സമയത്ത് നൈറ്റ് ക്ലാസ് വളരെ ഹാർഡ് ടാസ്ക് ആയിരുന്നു. എങ്കിലും കുട്ടികളും രക്ഷിതാക്കളും സഹിച്ച് നൈറ്റ് ക്ലാസ് അടക്കം നടത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഈ വർഷം നമ്മുടെ ഒരു സിലബസിലുണ്ടായ മാറ്റം, ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലുണ്ടായ മാറ്റം, അപ്പോൾ ആ ഒരു പാറ്റേണിലുണ്ടായ മാറ്റം പെട്ടെന്ന് കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേരളം നമ്മൾ ഈ വർഷത്തെ റിസൾട്ട് എടുക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിൽ തന്നെ 60,000 ഉണ്ടായിരുന്ന A+ ഏകദേശം 30,000-ഓളം, ഒരു 50% കുറഞ്ഞൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാ കേരള സംസ്ഥാനത്തിൽ മൊത്തം അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടായ റിസൾട്ട് നമുക്ക് ഏറ്റവും അഭിമാനകരമായ നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാനേജ്മെൻറ്റ്, HM, അനൗദ്യോഗികമായിട്ടുള്ള സ്റ്റാഫുകൾ, ഈവൻ നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോൾ ബസ്സിലുള്ള ആളുകൾ വരെ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഒരു വിദ്യാർത്ഥികൾ ഇവിടെ എത്തിക്കുന്നതിലും അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് കൊടുക്കുന്നതിലും ഒക്കെ തന്നെ നിരന്തരമായ ക്യാമ്പുകൾ കൊടുക്കുന്നതിലും വ്യത്യസ്തമായ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൊക്കെ സർക്കാർ ആവിഷ്കരിച്ച പാഠ്യപദ്ധതികൾക്ക് പുറമേ ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പുതിയ രീതിയിലുള്ള ചില ശ്രമകരമായിട്ടുള്ള പാഠ്യപദ്ധതികൾ ആവിഷ്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയെന്ന് കരുതുന്നു. വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. ഈ രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് നൈറ്റ് ക്യാമ്പുകളും അതുപോലെ തന്നെ RICയുടെ കീഴിൽ ചിട്ടയായ ഒരു ക്രമീകരണം നടത്തിയിരുന്നു. കാരണം ഓരോ വിദ്യാർത്ഥികൾക്കും അടുത്ത ഗ്രേഡിലേക്ക് എത്താനുള്ള ഒരു നിരന്തര പരിശീലനം നൽകിയിരുന്നു. എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് മാനേജറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ടീം വർക്കായിരുന്നു. എല്ലാ മക്കൾക്കും എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും, ഇനി അവർക്ക് ഉയർന്ന വിജയങ്ങൾ നേടാനാവട്ടെ എന്ന ആശംസകളും. ട്യൂഷന് പോകാൻ കഴിയാത്ത കുട്ടികളെ ഒരുപാടുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തുടക്കത്തിൽ തന്നെ ട്യൂഷൻ എന്നൊരു സംവിധാനം സ്കൂൾ തലത്തിൽ നമ്മൾ കൊടുത്ത ഒരു ആദ്യത്തെ ഒരു വർഷമാണ് ഈ വർഷം. അതോടൊപ്പം തന്നെ നൈറ്റ് ക്യാമ്പുകൾ, ഹൊറൈസൺ ഗ്രൂപ്പിലുള്ള ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പ്രത്യേക ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ എക്സാം സീരിയസ് ടെസ്റ്റുകൾ, ഓരോ ദിവസത്തിൻ്റെയും അവസാന പീരീഡ് ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം ഇതൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ വിജയം തരത്തിൽ നമ്മൾ നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് നേടിക്കൊടുക്കുന്ന സ്കൂൾ PKM ആണ്. 3 വർഷമായിട്ട് 100% നേടുന്നു. ചെറിയൊരു മാറ്റം അത് നമുക്ക് എല്ലാവരും പറഞ്ഞു. അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു സ്കൂളാണല്ലോ, അതിൻ്റെ ഒരു പ്രയാസമായിരിക്കും നമ്മൾ പ്രാവശ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത് ചെറിയ ക്ലാസ് തൊട്ടേ വരുന്നതായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഈ ലെവലിൽ എത്തിച്ചല്ലോ. കാരണം നമ്മൾ ഇന്ന ടീച്ചേഴ്സൊന്നുമില്ല, എല്ലാവരും അതിനിപ്പോൾ ഏത് സബ്ജക്റ്റിലാണെങ്കിലും ക്യാമ്പ് വെച്ചാലും എല്ലാം അധ്യാപകർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. അതിന് ഞങ്ങളെ മാനേജർ സപ്പോർട്ടാണ് ഏറ്റവും അധികം. മാനേജർ ഞങ്ങളെ ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഏത് സമയം ഞങ്ങളെ കൂടെ ഉണ്ടാവും, ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ കൂടെ ഉണ്ടാവും. പരിശീലിപ്പിക്കാൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സും ഒത്തൊരുമിച്ച് വളരെ ആത്മാർത്ഥതയോടു കൂടെയുള്ള ശ്രമമായിരുന്നു. അതിന് മാനേജ്മെൻറ്റിൻ്റെയും സ്കൂളിൻ്റെയും PTA-യുടെയും പാരൻസിൻ്റെയും ഒക്കെ പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആ സഹകരണം തന്നെയാണ് ഈ ഒരു വിജയത്തിന് ഞങ്ങളെ എത്തിച്ചത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിൽ സന്തോഷിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ ഫുൾ A+ എത്തി എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു രീതി തന്നെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റിസൾട്ട് നമുക്കറിയാം കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. A+ൻ്റെ എണ്ണം പൊതുവേ കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ അതിൽ നോക്കുമ്പോൾ നമ്മുടെ മക്കൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം A+ൻ്റെ എണ്ണം പൊതുവേ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുറവാണ്. അപ്പോൾ നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടായി എന്നാണ്. കാരണം കുട്ടികളുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ പാരൻസിൻ്റെയും സപ്പോർട്ടോടു കൂടി നല്ല രീതിയിൽ കുട്ടികൾക്ക് വിജയിച്ച് വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്കും ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ എല്ലാ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാവരും കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. എല്ലാ വർഷവും ഇത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഇനി വരും വർഷങ്ങളിലും ഇങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു.
സിലബസ് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി, പാറ്റേൺ മാറി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. എങ്കിലും ഇത്രയും കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഇത്രയും വലിയ മികച്ച നേടാൻ കഴിയുന്നതിൽ വളരെ വളരെ സന്തോഷം. അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞൊരു ടീച്ചർ എന്ന നിലയിൽ വളരെ വളരെ ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ തോന്നുന്നു. കുട്ടികൾക്ക് ക്യാമ്പുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് ആയിരിക്കാം ഈ 152 ഫുൾ A+ എന്ന് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. RICയുടെ ഭാഗമാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമല്ല, പാരൻസും കുട്ടികളും നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുകയും സ്കൂളിലേക്ക് ഹോളിഡേയ്സിലൊക്കെ വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. പരീക്ഷയുടെ പാറ്റേൺ മാറലും എല്ലാം കൂടിയായിട്ട് കുട്ടികളും ബുദ്ധിമുട്ടിലായിരുന്നു, ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഒരുപാട് സോഴ്സുകൾ ശേഖരിച്ച് കുട്ടികൾക്ക് അത് നൈറ്റ് ക്യാമ്പായിട്ടും മറ്റുള്ള ക്യാമ്പുകളായിട്ടൊക്കെ നൽകിക്കൊണ്ട് അവർക്ക് ഈ ഉന്നത വിജയം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ടീം PKMൻ്റെ വിജയമാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റ്, അധ്യാപക, രക്ഷകർത്തൃ, വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ വിജയമാണ്. കാരണം പാറ്റേണിൽ മാറ്റമുണ്ടായി, പാഠപുസ്തകത്തിൽ മാറ്റമുണ്ടായി. അതിനൊക്കെ ആ ഒഴുക്കിന് എതിരെ നീന്തിക്കൊണ്ട് PKMലെ കുട്ടികൾ മിന്നും വിജയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വളരെ സന്തോഷം. പുതിയ പാഠപുസ്തകമായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ സാറ് പറഞ്ഞ പോലെ എല്ലാവരും വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് കുട്ടികളെ വിജയിപ്പിക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഒരു അധ്യയന വർഷത്തിലെ മുഴുവൻ അധ്യയന വർഷത്തിൽ ഞങ്ങളെ പ്രയത്നത്തിൻ്റെ ഫലം കൊയ്യുന്നൊരു ദിവസമാണത്. കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ ഒരു കൂട്ടായ്മ, ഇവിടുത്തെ PTA ഒക്കെ കൂട്ടായ്മയോട് കൂടി നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു റിസൾട്ടിന് നമ്മൾ എത്തിപ്പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ സ്കൂളിലും ബാധിച്ചിട്ടുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലുള്ളൊരു റിസൾട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, കുട്ടികളും, രക്ഷിതാക്കളും, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ ശ്രമമാണ് അത് ഈ റിസൾട്ടായിട്ട് വന്നത്. സ്റ്റേറ്റ് വൈസ് A+ൻ്റെ എണ്ണം കുറഞ്ഞു, പക്ഷേ എന്നാലും 152 ഫുൾ A+ നമുക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ സന്തോഷമുണ്ട്. ഏതായാലും മീഡിയയ്ക്ക് പ്രത്യേകിച്ച്, മീഡിയ വിഷന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.